ഏപ്രിൽ 12 യൂറി ഗഗാറിൻ ആദ്യ ബഹിരാകാശ സഞ്ചാരിയായി. ബഹിരാകാശത്തെത്തിയ ലോകത്തിലെ ആദ്യ മനുഷ്യനായ റഷ്യൻ ബഹിരാകാശ സഞ്ചാരി യൂറി അലക്സി ഗഗാറിൻ ബഹിരാകാശത്തെത്തിയ ചരിത്ര ദിനം 1961 ഏപ്രിൽ 12 1934 മാർച്ച് 9 റഷ്യയിലെ ക്ലൂഷിനോ ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. മരപ്പണിക്കാരനായ പിതാവും വീട്ടുജോലിക്കാരിയായ മാതാവും കഠിനാധ്വാനം ചെയ്ത് മകനെ പഠിപ്പിച്ചു. ടെക്നിക്കൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഗഗാറിൻ ഫ്ലൈയിങ് ക്ലബിൽ പരിശീലനത്തിനു ചേർന്നത് ബഹിരാകാശ സഞ്ചാരത്തിലേക്കുള്ള വഴി തുറന്നു. ഒരു പൈലറ്റ് ആകണമെന്നുള്ളതായിരുന്നു ഗഗാറിൻ്റെ കുട്ടിക്കാലത്തെ മോഹം. 1961 ഏപ്രിൽ 12 വോസ്റ്റോക്ക് 1 എന്ന ബഹിരാകാശ പേടകത്തിൽ ബഹിരാകാശത്ത് എത്തി. ഭൂമിയെ പൂർണ്ണമായും ഒരു പ്രാവശ്യം വലം വെച്ച് 108 മിനിറ്റുകൾക്ക് ശേഷം സുരക്ഷിതമായി തിരിച്ചിറങ്ങി. ബഹിരാകാശ പരിവേഷണ രംഗത്തെ വിപ്ലവകരമായ പുരോഗതിക്ക് തുടക്കമിട്ടത് അദ്ദേഹത്തിൻ്റെ ഈ ബഹിരാകാശ യാത്രയാണ്. 1968 മാർച്ച് 27 പരിശീലന പറക്കലിനിടെ വിമാനം തകർന്ന് 34-ാമത്തെ വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. ഏപ്രിൽ 12 അന്താരാഷ്ട്ര ബഹിരാകാശ യാത്രാ ദിനം. എല്ലാ വർഷവും ഏപ്രിൽ 12 അന്താരാഷ്ട്ര ബഹിരാകാശ യാത്രാ ദിനമായി ആഘോഷിക്കുന്നു. ആദ്യമായി ബഹിരാകാശത്ത് എത്തിയ യൂറി ഗഗാറിൻ 1961 ഏപ്രിൽ 12 സോവിയറ്റ് യൂണിയൻ്റെ വോസ്റ്റോക്ക് 1 എന്ന പേടകത്തിൽ ബഹിരാകാശത്തെത്തി ഭൂമിയെ വലയം ചെയ്ത് തിരിച്ചെത്തിയതിൻ്റെ ഓർമ്മയ്ക്കാണ് ഈ ദിനാചരണം നടത്തുന്നത്. യൂറി ഗഗാറിനു ശേഷം സോവിയറ്റ് യൂണിയനിൽ നിന്ന് ബഹിരാകാശ സഞ്ചാരം നടത്തിയ ജർമ്മൻ ടിറ്റോ എന്ന ബഹിരാകാശ സഞ്ചാരിയാണ് ഇത്തരമൊരു നിർദ്ദേശം ആദ്യം ഉന്നയിച്ചത്. റഷ്യയിലും അനുഭാവ രാജ്യങ്ങളിലും റാലികളോടെയും മറ്റ് ആഘോഷങ്ങളോടെയും ഈ ദിനാചരണം നടത്തി. 2011 ഐക്യരാഷ്ട്രസഭയുടെ സമ്മേളനത്തിൽ ഏപ്രിൽ 12 അന്താരാഷ്ട്ര ബഹിരാകാശ യാത്രാ ദിനമാക്കി പ്രഖ്യാപനമുണ്ടായി. ബഹിരാകാശ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക, ബഹിരാകാശ മേഖലയിൽ അന്താരാഷ്ട്ര സഹകരണം വർദ്ധിപ്പിക്കുക എന്നിവയാണ് ഈ ദിനാചരണത്തിൻ്റെ ലക്ഷ്യം. കുമാരനാശാൻ ജന്മദിനം. മലയാള കവിതയിൽ കാൽപ്പനിക വസന്തത്തിന് തുടക്കം കുറിച്ച, മഹാകാവ്യം എഴുതാതെ മഹാകവിയായി തീർന്ന, മലയാളത്തിലെ ഏറ്റവും മഹാനായ കവി എന്ന് കീർത്തി കേട്ട മഹാപ്രതിഭയായ മഹാകവി കുമാരനാശാൻ 1873 ഏപ്രിൽ 12 തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയ്ക്കടുത്ത് കായിക്കരയിൽ ജനിച്ചു. അദ്ദേഹത്തിന് മാതാപിതാക്കൾ നൽകിയ പേര് കുമാരു എന്നായിരുന്നു. സ്കൂൾ വിദ്യാഭ്യാസാനന്തരം വൈക്കത്ത് സംസ്കൃത പാഠശാല ആരംഭിച്ച് സംസ്കൃതം പഠിപ്പിച്ചതോടെ അദ്ദേഹം കുമാരനാശാൻ ആയി. ഈ കാലഘട്ടത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യത്വം നേടുകയും ഗുരു തൻ്റെ മറ്റൊരു ശിഷ്യനായ ഡോക്ടർ പൾപ്പുവിനൊപ്പം ബാംഗ്ലൂരിലും കൽക്കട്ടയിലും അയച്ച് പഠിപ്പിക്കുകയും ചെയ്തു. കോളേജ് വിദ്യാഭ്യാസത്തിനൊപ്പം ഇംഗ്ലീഷ് സാഹിത്യവുമായി പരിചയം നേടിയ ആശാൻ 1907 പ്രസിദ്ധീകരിച്ച വീണപൂവ് എന്ന കാവ്യം മലയാളത്തിലെ കാൽപ്പനിക പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു. ദുരവസ്ഥ, ചണ്ഡാലഭിക്ഷുകി, കരുണ, ലീല, നളിനി, പ്രരോദനം തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രധാന കൃതികളും മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയ കൃതികളുമാണ്. മലയാള കവിതയിലെ സ്നേഹഗായകൻ, ആശയഗംഭീരൻ, വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്നിവയും അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങളാണ്. 1903 SNDP യോഗം സ്ഥാപിക്കുമ്പോൾ
അതിൻ്റെ ആദ്യ പ്രസിഡന്റ് ശ്രീനാരായണ ഗുരുവും ആദ്യ സെക്രട്ടറി കുമാരനാശാനും ആയിരുന്നു. 1922 തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിൽ അംഗമായി. 1922 വെയിൽസ് രാജകുമാരൻ പട്ടും വളയും സമ്മാനിച്ചു. 1924 ജനുവരി 16 ആലപ്പുഴയിലേക്ക് പോകും വഴി പല്ലനയാറ്റിൽ റെഡിമർ എന്നു പേരായ ബോട്ട് മുങ്ങി മരണമടയുകയായിരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ തോന്നയ്ക്കലിൽ ആശാൻ താമസിച്ചിരുന്ന വീടും അതിനോടനുബന്ധിച്ച് നിർമ്മിച്ചിട്ടുള്ള ആശാൻ സ്മാരകവും ഇന്നൊരു തീർത്ഥാടന കേന്ദ്രം തന്നെയാണ്. ഒപ്പം കായിക്കരയിലും പല്ലനയിലും ആശാന് പ്രസിദ്ധ സ്മാരകങ്ങളുണ്ട്. ഡോക്ടർ ഡി ബാബു പോൾ ചരമദിനം. സിവിൽ സർവീസിൽ കേരളം കണ്ട മികച്ച ഭരണാധികാരി, പ്രഗത്ഭനായ പ്രഭാഷകൻ, മികച്ച എഴുത്തുകാരൻ, സാംസ്കാരിക പ്രവർത്തകൻ എന്നിങ്ങനെ വിവിധ തലങ്ങളിൽ കേരളീയ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുകയും ജനഹൃദയങ്ങളിൽ ഇടം നേടുകയും ചെയ്ത ഡോക്ടർ ഡി ബാബു പോൾ IAS 2019 ഏപ്രിൽ 12 അന്തരിച്ചു. 1941 ഏപ്രിൽ 11 എറണാകുളം ജില്ലയിലെ കുറുപ്പുംപടിയിൽ ജനിച്ച ബാബു പോൾ സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദം നേടിയ ശേഷം 1964 ബാച്ചിലെ IAS ഉദ്യോഗസ്ഥനായി. പടിപടിയായി ഉയർന്നുയർന്ന് സംസ്ഥാന ചീഫ് സെക്രട്ടറിയായി വിരമിച്ചു. ഒരു ഭരണാധികാരി എന്നതിലുപരി എഴുത്തുകാരനും പ്രഭാഷകനുമായി കേരള സമൂഹത്തിൽ നിറഞ്ഞു നിന്ന അദ്ദേഹം 2 പതിറ്റാണ്ടിലേറെ നീണ്ട ഗവേഷണത്തിലൂടെ തയ്യാറാക്കിയ വേദശബ്ദ രത്നാകരം എന്ന ബൈബിൾ നിഘണ്ടു ഉൾപ്പെടെ 35ഓളം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്.